എങ്ങനെയുണ്ട് ഇയാൾക്കിപ്പോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, 2 കാലും ഒടിഞ്ഞു പോയി. ആരടിക്കോ അറിഞ്ഞില്ലല്ലേ? ഒടിഞ്ഞതോ അതോ ഓടിച്ചതോ? എടാ മോനെ, നീ ആണോടാ ഇത് ചെയ്തത്? ഞാനല്ല, അത് ചെയ്യേണ്ടവർ തന്നെയാ ചെയ്തത്. കറക്റ്റ്. മാർക്കോ, നീ വന്ന സ്ഥിതിക്ക് നിന്നോട് ഞാനൊരു സത്യം പറയാം. കണ്ണന്റെ അച്ഛൻ വിശ്വനാഥനെ നിങ്ങളെന്തിനാ അയാളെ വാ പൊത്തി പിടിക്കുന്നത്? അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. വേണ്ട, പറഞ്ഞാൽ ശരിയാവത്തില്ല. മിണ്ടാതെ. നിനക്കെന്തിന്റെ സോക്കേടാടാ? കൊച്ചനെ, നീ പൊക്കോ. നിങ്ങളെ ആ കൈയൊന്നും അങ്ങോട്ട് മാറ്റി. മനസ്സില്ല. പറയാനുള്ളത് പറയട്ടെ. മാർക്കോ മോനെ, എടാ വിശ്വനാഥനെ കൊന്നത് ഞാനാടാ. കണ്ണന്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാ. ലോറി ഇടിച്ചാ കൊന്നേ. ചുമ്മാ ഒന്നുമില്ല, എല്ലാം സത്യമാ. ഞാനൊന്ന് ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാനുള്ളത് പറയട്ടെ. തൊട്ടുപോലും തന്നെ. എടാ ഭാർഗവനെ, ഞാനാടാ കണ്ണനും കണ്ണന്റെ അച്ഛനോട് ബൈക്കിൽ പോകുമ്പോ ആ ബൈക്കിലോട്ട് ഒരു ലോറി അങ്ങ് ഇടിച്ചു കയറ്റി. സ്പോട്ടിൽ തന്നെ വിശ്വാസം തീർന്നു. അല്ല, കണ്ണന്റെ 2 കാലും ഒടിഞ്ഞു. അന്ന് എനിക്കൊപ്പം അവളും ഉണ്ടായിരുന്നു, എന്റെ മോളെ. അല്ല, നീയൊക്കെ സ്നേഹിക്കുന്ന ലക്ഷ്മി മോള്, അവള് എല്ലാത്തിനും സാക്ഷിയായിരുന്നു മോനെ. ചുമ്മാതെ അല്ല, ഞാനല്ലേ അന്ന് വണ്ടി കൊണ്ട് ഇടിച്ച് വിശ്വനാഥനെ കൊന്നേ. അന്ന് അതിന് സാക്ഷിയായിട്ട് നിങ്ങളില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഓ, ഇപ്പോഴെനിക്ക് കുറച്ചെങ്കിലും ആശ്വാസമായി. ഞാനിത് പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ശ്വാസം മുട്ടി ഞാൻ ചത്തുപോയിടാ മാർക്കോ മോനെ. കൊന്നോ കഴുത്ത് ജനിച്ച കൊല്ല്. ഒന്ന് ചത്തിട്ട് വേണം, ഒന്ന് മരിച്ചിട്ട് വേണം വിശ്വനാഥനോട് കൂട്ടുകൂടി നടക്കാൻ. നോക്കുമോ ഓ മോഗനലേ നീനാജാനി തെനിശി. അവൻ നന്നായിട്ട് പാടും കേട്ടോ വിശ്വനാഥൻ. കച്ചേരി കേൾക്കണം അവന്റെ, വിശ്വനാഥന്റെ കച്ചേരി. ത്യാഗരാജ കൃതികൾ ആദിതാളം. കണ്ടില്ലേ മാർക്കോ മോനെ, വിശ്വനാഥന്റെ പ്രേതം കയറിയിട്ട് ഇവനിങ്ങനെ ഓരോ പിച്ചും ബൈയും പറഞ്ഞോണ്ടിരിക്കുക. ഇയാള് ലോറി ഡ്രൈവർ ആയിരുന്നില്ലേ? അല്ല, അങ്ങനെയാണല്ലോ ഇയാള് ജീവിതം തുടങ്ങിയത്. അതെ, എന്ന് വെച്ച് ഇവന്റെ ലോറി അല്ല, വിശ്വനാഥന്റെ ലോറി അല്ല, വിശ്വനാഥന്റെ ബൈക്കെ തട്ടിച്ച്. മാർക്കോ മോനെ, ഇവരെ തൂക്കിയെടുത്ത് നിലത്തടിക്കണം. കള്ളം പറയുന്നു. ഞാൻ ഓരോരോ സത്യങ്ങൾ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരിതേ കള്ളം പറഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. കണ്ണനോട് നീ ഇപ്പൊ തന്നെ ഈ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. വിശ്വനാഥൻ എന്നോട് പറഞ്ഞിരിക്കുക കണ്ണനെ എല്ലാം അറിയിക്കണമെന്ന്. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നൊന്ന് പറയണം മോനെ. ധൈര്യമായിട്ട് പറഞ്ഞോ, എന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. നിനക്കല്ല, അവനാ എന്നെ കൊല്ലാൻ യോഗ്യതയുള്ള. അപ്പൊ അവനോടൊന്ന് പറ, ഇവിടെ വന്ന് എന്നെ കഴുത്ത് ജനിച്ചങ്ങ് കൊല്ലാൻ. എന്താ അലിക്കുന്നേ? മോനെ പോകണം നീ. വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ടാ. കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ.